ബിഗ് ബോസ് സീസൺ 7 ലൈവിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അനുമോൾ വന്നിട്ട് ഷാനവാസിക്കാരോട് ചോദിക്കുകയാണ്, ഇക്ക എത്ര എണ്ണം എഴുതിയെന്ന്. ഞാൻ ഒന്നുപോലും കംപ്ലീറ്റ് ആയിട്ടില്ല, അറിയണ 9 എണ്ണം എഴുതിയെന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇക്ക പഴയ കാലത്ത് അങ്ങ് ഇക്ക പടച്ചു വിട്ടതൊക്കെ അങ്ങോട്ട് എഴുതുമെന്ന് പറയുന്നുണ്ട്. ഇക്ക വാട്സപ്പിലും ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ ചെയ്തത് അങ്ങോട്ട് എഴുതി വിടുക എന്ന് പറയുന്നുണ്ട്. അപ്പോൾ നിനക്കിതായിരുന്നില്ലേ അനുമോളെ ഇൻസ്റ്റാഗ്രാമിൽ പനി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അപ്പോഴേക്കും നമ്മുടെ ജിസയിൽ വരുന്നുണ്ട്, നിങ്ങളുടെ റൈറ്റിങ്സ് കാണിച്ച് വാവ് നന്നായിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. നന്നായിട്ടുണ്ട്, നിങ്ങൾ നന്നായി എഴുതുന്നുണ്ടല്ലോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഇക്കാക്ക് എത്ര ലവ് ലെറ്റർ കിട്ടിയിട്ടുണ്ടെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഇതുവരെ ആരും ഒരു ലവ് ലെറ്റർ പോലും തന്നിട്ടില്ല. അപ്പോൾ ജിസയിലും പറയുന്നുണ്ട്, എനിക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയുന്നുണ്ടല്ലേ. ഇപ്പോഴത്തെ ജനറേഷൻ അങ്ങനെ നല്ലതല്ല, കൊള്ളത്തില്ല എന്ന് ജിസയിൽ പറയുന്നുണ്ട്. ആ സമയത്ത് അനുമോൾ എനിക്ക് 5ാം ക്ലാസ്സിൽ നിന്ന് ഒരു ബ്ലഡ് എഴുതിയ ഒരു ലെറ്റർ കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. ബ്ലഡ് അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ന് പറയുന്നുണ്ട്. നിൻ്റെ ആളിപ്പോൾ ഇത് കാണുമ്പോൾ സങ്കടപ്പെടുന്നുണ്ടാവും എന്ന് ജിസയിൽ അനുമോളോട് പറയുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, ഞങ്ങൾ മിണ്ടുമൊക്കെ ചെയ്യും, ഞങ്ങൾ നിൻ്റെ അടുത്ത വീട്ടിലാണോ എന്ന് ചോദിക്കുന്നത്. അടുത്തൊക്കെ ഉള്ള ആൾ തന്നെയാണെന്ന് പറയുന്നുണ്ട്. ഇത് കാണുമ്പോൾ അയാൾക്ക് വിഷമമാവുമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട്. ഷാനവാസ്, നിങ്ങൾക്ക് കൊച്ചിൽ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ടോ എന്ന് ജിസയിൽ ചോദിക്കുന്നുണ്ട്. ഷാനവാസ്ക്കാരനെ കുറിച്ച് വലിയ ധാരണയൊന്നും ജിസയിലിനില്ല അല്ലേ. ഷാനവാസ്ക്കാരൻ്റെ നാട്ടിൽ പോയി നോക്ക്, എത്ര പെണ്ണുങ്ങളാണ് ഷാനവാസ്ക്കാരൻ്റെ. മഞ്ചേരിക്ക് പോവാൻ നമുക്കത് ഷാനവാസ്ക്കാരനെ കുറിച്ച് നന്നായിട്ട് അറിയാം. പണ്ട് കാലത്തെ രോമ അഞ്ചക കുഞ്ചക ആളാണ് എന്നൊക്കെ പറയുന്നുണ്ട്. ജിസയിലിന് വലിയ ധാരണയൊന്നും ഇല്ല അല്ലേ, ഷാനവാസ്ക്കാരനെ പറ്റി ഒന്നും അറിയില്ല അല്ലേ. ഈ പെണ്ണുങ്ങൾ എങ്ങനെയാണ് ഇയാൾ ഇഷ്ടപ്പെടുക, ഇയാൾ ഭയങ്കര എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമുള്ള ആളെ. പെണ്ണുങ്ങളുടെ സൈക്കോളജി അപ്പോൾ ജിസയിലിന് അറിയൂല അല്ലേ എന്ന് ഷാനവാസ് പറയുന്നുണ്ട്. ജയിൽ സന്ദർശന സമയത്ത് മാത്രമാണ് അവരോട് സംസാരിക്കാൻ പറ്റുള്ളൂ, രണ്ടുപേരോട് പോകാൻ ബിഗ് ബോസ് പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും അവിടെ നിന്ന് പോകുന്നുണ്ട്.